കോഴിക്കോട് നാദാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ വീണ്ടും ഇതാ UDF ശ്രമം. വോട്ടർ പട്ടിക ഹിയറിംഗ് നടക്കുന്നതിനിടെയാണ് സംഭവം. വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നാദാപുരം പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ വിവാദ പരാമർശവുമായി നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്ത് വന്നിരുന്നു. UDF ആണ് നിലവിൽ നാദാപുരം പഞ്ചായത്ത് ഭരിക്കുന്നത്. ചേതൻ സാജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ചേതൻ, എന്തൊക്കെയാണ് ഈ വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള UDFന്റെ ശ്രമം നാദാപുരത്ത്? അജിംഷാദ്, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കോഴിക്കോട് നാദാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ UDF പ്രവർത്തകർ, പ്രത്യേകിച്ച് ലീഗ് പ്രവർത്തകർ ശ്രമം നടന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നും പഞ്ചായത്ത് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്താനായി UDF പ്രവർത്തകർ ശ്രമിച്ചത്. അവിടെ ഹിയറിംഗ് പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് അനിഷ്ട സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമമുണ്ടായി. അദ്ദേഹത്തിനെതിരെ ഗുരുതര പരാമർശം ഈ അവിടുത്തെ പ്രാദേശിക ലീഗ് നേതാവായ നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റുമായ VV മുഹമ്മദ് അലി പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നടത്തിയിരുന്നു. തട്ടമിട്ട ആൾക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന ഗുരുതരമായ വർഗീയ പരാമർശമാണ് ഈ ലീഗ് നേതാവ് നടത്തിയത്. ഏതായാലും ഇതിനെതിരെ പ്രതിഷേധം മേഖലയിൽ ശക്തമാണ്. ഇത്തരത്തിൽ വർഗീയ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടക്കില്ലെന്നാണ് LDF പറയുന്നത്. നടക്കാൻ സമ്മതിക്കില്ല എന്നാണ് LDF സമ്മതിക്കുന്നത്. ഏതായാലും ഇവിടെ പോലീസ് കാവലിൽ നിലവിൽ ഇപ്പോൾ ഹിയറിംഗ് പുരോഗമിക്കുകയാണ്. ഇന്നും കൂടി ഹിയറിംഗ് ഉണ്ടാവും. വൈകാതെ തന്നെ ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നടപടിയുമായിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി മുന്നോട്ട് പോകുന്നത്. അജിംഷാദ്, തീർച്ചയായും നാദാപുരത്ത് മുസ്ലിം ലീഗിന്റെ വർഗീയമായ നീക്കം ഒരിക്കൽ കൂടി വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നതിനാണ് അതൊരു ടൂളായി ഉപയോഗിച്ചത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ചേതൻ സാജൻ നൽകിയത്.